നമസ്കാരം. മനുഷ്യൻ എങ്ങനെ ഈ ലോകത്ത് പ്രതിസന്ധികളെ അതിജീവിക്കും? ആ ചോദ്യത്തിന് ഇനിയൊരു ഉത്തരമുണ്ട്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും പോലെ എന്നായിരിക്കും അത്. ദിവസം കഴിയുന്തോറും കൂടുതൽ ഉണങ്ങുന്ന ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ കൊണ്ട് കലോറി തികച്ച് കൊണ്ടുപോയ പിസയും ചിക്കൻ റോസ്റ്റും ജീവൻ നിലനിർത്താനുള്ള അളവിന് മാത്രം കഴിച്ച് 530 ഗ്യാലൻ മാത്രം ശേഷിയുള്ള സംഭരണിയിലേക്ക് സ്വന്തം ശരീരം പുറന്തള്ളുന്ന വെള്ളം തന്നെ ശുദ്ധീകരിച്ച് എത്തുന്നുവെന്ന സത്യമറിഞ്ഞ് എത്ര ആഗ്രഹിച്ചാലും സ്വന്തം കുടുംബത്തെ കാണാനാകാതെ നിന്നു തിരിയാൻ മറ്റൊരിടമില്ലാതെ 9 മാസവും 14 ദിവസവും അസൂയയ്ക്കും കുശുമ്പിനും കുന്നായ്മയ്ക്കും മുതൽ വർഗീയതയ്ക്കും വംശീയതയ്ക്കും തീവ്രവാദത്തിനും വരെ പ്രതിസന്ധിയിൽ ഒന്നും ചെയ്യാനില്ലെന്ന് പഠിപ്പിച്ച 287 ദിവസം, കെട്ടിപ്പൊക്കിയ സൗധങ്ങളും വെട്ടിപ്പിടിച്ച ഭൂമിയും അതിജീവിക്കാൻ ആവശ്യമില്ലെന്ന് തെളിഞ്ഞ മാസങ്ങൾ, സത്യമാണ് ശാസ്ത്രമെന്നും കൃത്യമാണ് സാങ്കേതിക വിദ്യയെന്നും ഉറപ്പിച്ചു പറഞ്ഞ 9.5 മാസം, ഓരോ പിഴവിനും ഓരോ കാരണമുണ്ടെന്ന് ഭൂമിയിൽ കണ്ണു നട്ടിരുന്ന ഓരോരുത്തരെയും പഠിപ്പിച്ച ദിവസങ്ങൾ, അധികാര മത്തുകൊണ്ടുണ്ടാകുന്ന അഹന്തയ്ക്കും അഹമ്മതിക്കും താന്തോന്നിത്തരത്തിനുമൊന്നും ഈ ലോകത്ത് സ്ഥാനമില്ലെന്നും താൻ പോരുമ കാണിക്കേണ്ടത് ശാസ്ത്ര മികവിലാണെന്നും ലോകം ഒരിക്കൽ കൂടി അറിയുകയാണ്. അതിനു കാരണക്കാരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും സല്യൂട്ട് ചെയ്ത് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സ്വാഗതം. കൽപ്പന ചൗള കൊളംബിയയ്ക്കൊപ്പം കത്തിയെരിഞ്ഞതിനും സുനിത വില്യംസ് 4ാം വട്ടവും കുഴപ്പങ്ങളില്ലാതെ മടങ്ങി വന്നതിനും കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും അതുപോലെ ശാസ്ത്രീയമായ നിമിത്തങ്ങളുണ്ട്. പക്ഷേ 21ാം നൂറ്റാണ്ടിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും വംശീയതയും വർഗീയതയും പറഞ്ഞു നടക്കുന്നവർക്കാണ് ലോകത്ത് മേൽക്കൈ. മനുഷ്യനെ പല തട്ടിലായി തിരിക്കുന്നവരുടെ കയ്യിലാണ് ചെങ്കോലും കിരീടവും. മനുഷ്യനുണ്ടാക്കുന്ന വിഭവങ്ങളിൽ മുക്കാലും യുദ്ധം ചെയ്യാനാണ് പൊടിച്ചു തീർക്കുന്നത്. യുദ്ധമില്ലാത്ത രാജ്യങ്ങൾ തീവ്രവാദികളെ അമർച്ച ചെയ്യാനാണ് ഖജനാവ് കാലിയാക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വിഭജനത്തെ തുടർന്ന് ഹരിയാനയിലെ കർണാലിലെത്തിയ കുടുംബത്തിൽ ജനിച്ച കൽപ്പന ചൗള അമേരിക്കയിലേക്ക് പോയതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഇന്ത്യയിൽ നിന്ന് നേടിയ ബിരുദത്തിനപ്പുറമൊന്നും നൽകാൻ അന്ന് ഈ രാജ്യത്തിന് കെൽപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ മികവ് നേടുക എന്ന ഒറ്റ ആഗ്രഹത്തിൽ അമേരിക്കയിലും പിന്നെ ബഹിരാകാശത്തുമെത്തിയ കൽപ്പനയുടെ അനുഭവമാണ് ഇപ്പോൾ സുനിതയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയത്. കൊളംബിയയ്ക്കുണ്ടായ പാളിച്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് 9.5 മാസം സുനിതയെയും വിൽമോറിനെയും അവിടെ നിർത്തിയത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും പിന്നിലാക്കിപ്പോന്ന ബഹിരാകാശ നിലയം പൊളിച്ചു കളയാൻ ഇനി ഏറെക്കാലമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ 1/4 നൂറ്റാണ്ടായി അതിൽ ഇടതടവില്ലാതെ ഭൂമിയെ ചുറ്റുകയായിരുന്നു. അക്കൂട്ടത്തിൽ ലോക ചരിത്രത്തിൽ ഇനി എക്കാലത്തേക്കുമായി രേഖപ്പെടുത്തുന്ന 2 പേരുകളായിരിക്കും ബുച്ച് വിൽമോറും സുനിത വില്യംസും. കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കാലിയായാൽ തന്നെ ലോകം നിലച്ചെന്ന് കരുതി പരിഭ്രാന്തരാകുന്നവരുടെ കാലമാണ്. അവിടെയാണ് പൂർണ്ണ അനിശ്ചിതത്വത്തിൽ 9 മാസവും 14 ദിവസവും ഇരുവരും ജീവിച്ചത്. ഓടിക്കുന്ന സ്കൂട്ടറിൽ പെട്രോൾ കഴിഞ്ഞാൽ കാലിക്കുപ്പിയുമായി പമ്പ് വരെ പോകേണ്ടി വന്ന കഥ സാഹസികമായി വിവരിക്കുന്നവരാണ് ചുറ്റുമുള്ളത്. അവിടെയാണ് തിരികെ വരാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാതെ ഇരുവരും കഴിഞ്ഞുകൂടിയത്. കുടയെടുക്കാൻ മറന്ന ദിവസം മഴ പെയ്താൽ തന്നെ ലോകം നിലച്ചെന്ന് പരിഭ്രമിക്കുന്നവർക്കിടയിലാണ് അവർ അനിശ്ചിതത്വങ്ങളുടെ ബഹിരാകാശത്ത് കഴിഞ്ഞുകൂടിയത്. വിരമിക്കൽ പ്രായം 55-ൽ നിന്ന് 56 ആക്കിയപ്പോഴേക്കും കൊടും ചതിയായിപ്പോയി എന്ന് പറയുന്നവരുടെ കാലത്താണ് 59-ാം വയസ്സിൽ സകല ചെറുപ്പക്കാരെയും പിന്നിലാക്കി സുനിത വില്യംസ് ബഹിരാകാശ പേടകം കയറിയത്. പിതാവ് ഗുജറാത്തുകാരൻ, ആ സ്നേഹം ഒരു സമോസയിൽ. മാതാവ് സ്ലോവേനിയയിൽ, ആ സ്നേഹം ഒരു കാർണിയോളിയൻ സോസിൽ. സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയപ്പോൾ മാതാപിതാക്കളുടെ നാടിനെ ഒപ്പം കൊണ്ടുപോയത് ഇങ്ങനെയാണ്. ശരിക്കും മാതൃഭൂമിക്കും പിതൃഭൂമിക്കും ഇതിനപ്പുറം സ്ഥാനമൊന്നും ഉത്തരാധുനിക മനുഷ്യർക്കില്ല. പഠിക്കാൻ വിദേശത്തേക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ വശം കെട്ടു പോകുന്നുവെന്ന പരിദേവനങ്ങളാണ് എങ്ങും ഉയരുന്നത്. മാതാവ് ചെന്നൈയിൽ നിന്ന് വിമാനം കയറിയില്ലായിരുന്നെങ്കിൽ കമല ഹാരിസ് എന്ന് നാം അറിയുന്ന പ്രതിഭാസം ഉണ്ടാകുമായിരുന്നില്ല. മാതാപിതാക്കൾ മകളെ ഹരിയാനയിൽ നിന്ന് പോകാൻ അനുവദിച്ചിരുന്നില്ലെങ്കിൽ
നാം അറിയുന്ന കൽപ്പന ചൗളയും ഉണ്ടാകുമായിരുന്നില്ല. ഗുജറാത്തിൽ നിന്ന് പിതാവ് അമേരിക്കയിൽ എത്തിയിരുന്നില്ലെങ്കിൽ സുനിത വില്യംസ് എന്ന പോരാളിയും ഉണ്ടാകുമായിരുന്നില്ല. ഇതിനാണ് ശാസ്ത്രത്തിന്റെ നിമിത്തം എന്ന് പറയുന്നത്. അത് ഓർമ്മിപ്പിക്കുകയാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച 287 ദിവസങ്ങൾ. ബോയിങ് CST-100 സ്റ്റാർലൈനറിൽ അങ്ങോട്ട്. അവിടെ വെച്ച് സുനിതയെയും വിൽമോറിനെയും കൂട്ടാതെ മടങ്ങി വരാനുള്ള തീരുമാനം. ആ ജൂണിൽ സാധാരണക്കാരായ നമ്മൾ എല്ലാവരും കരുതിയത് അതേ മാസം തന്നെ അടുത്ത പേടകം പോകുമായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ അടുത്ത മാസം എന്നാണ് പൊതുധാരണ. 2025 മാത്രമേ ആ ദൗത്യം സാധിക്കൂ എന്ന് നാസ പറയുമ്പോൾ അവിശ്വസനീയതയോടെ പുരുകം ചുളിച്ചിരുന്നവരാണ് ലോകമെങ്ങുമുള്ള സാധാരണക്കാർ. നാസയ്ക്കും സയൻസിനും ആ 9 മാസവും 14 ദിവസവും ഒരു ഗർഭകാലത്ത് എന്നതുപോലെയുള്ള പരിചരണങ്ങളുടെ സമയമായിരുന്നു. ബോയിങ്ങിൽ പോയ ഇരുവരെയും കൊണ്ടുവരാൻ ഒടുവിൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗനാണ് പുറപ്പെട്ടത്. അത് തന്നെ ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണത്തിന്റെ തെളിവായി. നാസ മുതൽ ISRO വരെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമല്ല, പണം കയ്യിലുണ്ടെങ്കിൽ ജെഫ് ബസൂസ് മുതൽ എലോൺ മസ്കിന് വരെ ബഹിരാകാശ യാത്ര ഇന്ന് നിസ്സാരമായി സാധ്യമാകും. ഫ്ലോറിഡ തീരത്ത് ഇരുവരും രക്ഷാദൗത്യത്തിൽ ഉണ്ടായിരുന്നവർക്കൊപ്പം പറന്നിറങ്ങുമ്പോൾ ലോകത്തിനും ശാസ്ത്രത്തിനും അത് ചെറിയൊരു ചുവടുവയ്പ് മാത്രമാണ്. ഇതുവരെ നേടിയ വലിയ അറിവുകൾക്കിടയിലെ ഒരു പിച്ച നടത്തം. നമുക്കിനിയുമുണ്ട് അനേകം യാത്രകൾ ബാക്കി. പാറുന്നത് അമേരിക്കയുടെ പതാകയാണ് എന്ന് മാറ്റി നിർത്തേണ്ടതില്ല. നമ്മുടെ സുനിത കൂടി ഉൾപ്പെട്ട മാനവ വിജയത്തിന്റെ പതാകയാണത്. അതങ്ങനെ പാറിപ്പറക്കട്ടെ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.